ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഹീറ്റ് മാപ്പിനെ കുറിച്ചാണ്. ഓക്കെ, ഹീറ്റ് മാപ്പ് അപ്പോൾ എങ്ങനെ നമുക്ക് ഹീറ്റ് മാപ്പ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹീറ്റ് സൈസ് ആൻഡ് കളർ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് മാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടാബ്ലോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുത്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ഇവിടെ ഡാറ്റ എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് സെഗ്മെന്റ് എന്നുള്ള സെഗ്മെന്റ് എടുത്തിട്ട് ഇതിലേക്ക് കോളത്തിലേക്ക് ഇട്ടു. ദെൻ കാറ്റഗറി എടുത്തിട്ട് ഞാൻ റോയിലേക്ക് ഇട്ടു. വീണ്ടും സബ് കാറ്റഗറി എന്നുള്ള ഒരു ഇതുണ്ട്, കാറ്റഗറി സബ് കാറ്റഗറി ഉണ്ട്, അതും എടുത്ത് ഞാൻ റോയിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു ടേബിൾ കിട്ടും. പക്ഷേ നമുക്ക് ഇതിനെ ഹീറ്റ് മാപ്പ് ആക്കണമെങ്കിൽ നമുക്ക് മെഷീൻസ് വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് എവിടെയൊക്കെ ഇടുക നമുക്ക് നോക്കാം. ആദ്യം ഞാൻ സം ഓഫ് പ്രോഫിറ്റ് എടുത്ത് ഞാൻ കളറിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി സം ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമ്മൾ സം ഓഫ് സെയിൽസ് വേണം. ഇതിന് ഞാൻ എന്തിലേക്ക് ഇട്ടു, സൈസിലേക്ക് ഇട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്ത് കിട്ടി. ഇത്രേ ഉള്ളൂ ഹീറ്റ് മാപ്പ്, സിമ്പിളാണ്. അപ്പോൾ ഇതിനോടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇതിനോടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഇതാ നിങ്ങൾ നോക്കൂ, ഇവിടെ കാറ്റഗറി സബ് കാറ്റഗറി സെഗ്മെന്റിൽ കൺസ്യൂമർ കോർപ്പറേറ്റ് ഹോം. അപ്പോൾ ഇതിലുള്ള വ്യത്യസ്തമായ ഇപ്പോൾ ഇവിടെ ചെയർസ് ഏറ്റവും കൂടുതൽ പർച്ചേസിങ്, പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ, സെയിൽസ് ഏറ്റവും കൂടുതൽ നടന്നത് കൺസ്യൂമർ സെഗ്മെന്റിലാണ്. പിന്നെ കോർപ്പറേറ്റിൽ അതിനിടയിൽ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹീറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും നന്ദി.